സ്വജനപക്ഷപാതത്തിന് വഴിവിട്ട നീക്കം നടത്തിയ സർക്കാരിനും സിപിഎമ്മിനും തിരിച്ചടിയായി ഹൈക്കോടതി വിധി. കേരള സർവകലാശാലയിൽ ഡിവൈഎഫ്ഐ നേതാവ് ഷിജു ഖാൻ ഇന്റർവ്യൂ നടത്തി തയ്യാറാക്കിയ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കി. യുജിസി ചട്ടങ്ങൾ ലംഘിച്ചുള്ള സെലക്ഷൻ കമ്മിറ്റിയാണിതെന്ന് ഹൈക്കോടതി വിധിയിൽ പറയുന്നു. കേരള സർവകലാശാലയിൽ പുതുതായി ആരംഭിച്ച 4 വർഷ ബിരുദ കോഴ്സിൽ പഠിപ്പിക്കുവാൻ ഗസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇന്റർവ്യൂ ബോർഡിലാണ് സിൻഡിക്കേറ്റ് സ്റ്റാഫ് കമ്മിറ്റി കൺവീനറും ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ JS ഷിജു ഖാന്റെ നേതൃത്വത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. ഇതാണ് ഹൈക്കോടതി ജസ്റ്റിസ് N നഗരേഷ് റദ്ദാക്കിയത്. ഷിജു ഖാന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കിയത് സിപിഎമ്മിന് കനത്ത പ്രഹരമാണ്. ഇന്റർവ്യൂ കമ്മിറ്റി ചെയർമാനായി VC നിർദ്ദേശിച്ച സീനിയർ വനിതാ പ്രൊഫസറെ ഒഴിവാക്കിയാണ് സിൻഡിക്കേറ്റ് ഷിജു ഖാനെ ഇന്റർവ്യൂ ബോർഡിൽ നിയോഗിച്ചത്. UGC നിബന്ധന പ്രകാരം VCയോ സീനിയർ പ്രൊഫസർ പദവിയിലുള്ള VC ചുമതലപ്പെടുത്തുന്ന അധ്യാപകനോ ആയിരിക്കണം ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ. സ്ഥിരം അധ്യാപക നിയമനത്തിനുള്ള എല്ലാ വ്യവസ്ഥകളും യോഗ്യതകളും ഗസ്റ്റ് നിയമനങ്ങളിലും പാലിക്കണമെന്ന് UGC വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ കമ്മിറ്റി ചെയർമാനായി VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ നിർദ്ദേശിച്ച സീനിയർ വനിതാ പ്രൊഫസറെ ഒഴിവാക്കിയാണ് സിൻഡിക്കേറ്റ് ഷിജു ഖാനെ ഇന്റർവ്യൂ ബോർഡിൽ നിയോഗിച്ചത്. ഇന്റർവ്യൂ കമ്മിറ്റി തയ്യാറാക്കിയ റാങ്ക് പട്ടിക അംഗീകരിക്കാൻ VC വിസമ്മതിച്ചുവെങ്കിലും സിൻഡിക്കേറ്റ് ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയോടെ പട്ടിക അംഗീകരിക്കുകയായിരുന്നു. മുൻകാലങ്ങളിൽ VCക്ക് പകരം PVC ആണ് ഗസ്റ്റ് അധ്യാപക ഇന്റർവ്യൂ ബോർഡിൽ അധ്യക്ഷനാവുക. എന്നാൽ ഇപ്പോൾ PVC പദവി ഒഴിഞ്ഞുകിടക്കുന്നതുകൊണ്ട് VCയോ VC ചുമതലപ്പെടുത്തുന്ന സീനിയർ പ്രൊഫസറോ സംസ്ഥാനത്തെ മറ്റു സർവകലാശാലകളിൽ അധ്യക്ഷം വഹിക്കുന്ന രീതി പിന്തുടരുമ്പോഴാണ് കേരള സർവകലാശാലയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത്. അനധ്യാപകരായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കുന്നത് UGC വിലക്കിയിട്ടുണ്ട്. ഇത് കണക്കിലെടുക്കാതെയാണ് ഷിജു ഖാനെ ഇന്റർവ്യൂ ബോർഡ് അംഗമാക്കിയത്. യാതൊരു അധ്യാപന പരിചയമില്ലാത്ത ഒരാൾ അധ്യാപകരുടെ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാകുന്നത് UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. 50ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷിജു ഖാനെ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്ന നിലയിലാണ് സർക്കാർ കേരള സിൻഡിക്കേറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്. രാഷ്ട്രീയം മറയാക്കി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിന് പിന്നിലെന്നും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ഇന്റർവ്യൂ തടയണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയിരുന്നു. സിൻഡിക്കേറ്റ് റാങ്ക് പട്ടിക അംഗീകരിച്ചുവെങ്കിലും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി VC ഗവർണറുടെ അനുമതി തേടിയിരിക്കുകയാണ്. അതിനിടെയാണ് പട്ടിക റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് 500ഓളം പേരാണ് അപേക്ഷകരായുണ്ടായിരുന്നത്. നിയമിക്കപ്പെടുന്നവർക്ക് 4 വർഷ ബിരുദ കോഴ്സിന്റെ നിലവിലെ ബാച്ച് പൂർത്തിയാകുന്നതുവരെ തുടരാനാകും. ഗസ്റ്റ് അധ്യാപന പരിചയം ഭാവിയിൽ റെഗുലർ നിയമനത്തിനുള്ള മുൻ പരിചയമായി കണക്കിലെടുക്കാനുമാവും. ഇപ്പോൾ 16 ഒഴിവുകളിലേക്കാണ് നിയമനമെങ്കിലും 4 വർഷത്തിനുള്ളിൽ 50ഓളം പേരെ സർവകലാശാലയിൽ നിയമിക്കേണ്ടി വരും. 75,000 വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കും. കേരള സർവകലാശാല ക്യാമ്പസിൽ നേരിട്ട് നടത്തുന്ന ബിരുദ കോഴ്സിന്റെ പരീക്ഷകളുടെ നടത്തിപ്പിന്റെയും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന്റെയും ഇന്റേണൽ മാർക്ക് നൽകുന്നതിന്റെയും മൂല്യനിർണയത്തിന്റെയും പൂർണ്ണ ചുമതല പുതുതായി നിയമിക്കപ്പെടുന്ന അധ്യാപകർക്കാണ്. അതുകൊണ്ട് തങ്ങൾക്ക് സ്വാധീനമുള്ളവരെ അധ്യാപകരായി നിയമിക്കുക എന്ന ലക്ഷ്യമാണ് ഡിവൈഎഫ്ഐ നേതാവിനെ ഇന്റർവ്യൂ കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിച്ചതിന് പിന്നിലെന്ന് അറിയുന്നു. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അധ്യാപക സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് തയ്യാറാക്കിയ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ ഫയൽ ചെയ്ത ഹർജിയിലാണ് കോടതി ഉത്തരവ്. UGC ചട്ടപ്രകാരം പുതിയ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് വീണ്ടും ഇന്റർവ്യൂ നടത്തി റാങ്ക് പട്ടിക തയ്യാറാക്കാമെന്നും ഉത്തരവിൽ പറയുന്നു.